ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം. തിരുവനന്തപുരം നഗരസഭയിൽ NDAയ്ക്ക് ലീഡ്. 3 കോർപ്പറേഷനുകളിലും 36 മുനിസിപ്പാലിറ്റികളിലും UDFന് മേൽക്കൈ. കോഴിക്കോട് നഗരസഭയിലും 14 മുനിസിപ്പാലിറ്റികളിലും LDF മുന്നിൽ. പഞ്ചായത്തുകളിൽ 230 UDFന് ലീഡ്. 188 സ്ഥലങ്ങളിൽ ഇടതു മുന്നേറ്റം. 3 പഞ്ചായത്തുകളിൽ ലീഡുമായി NDA. ജില്ലാ പഞ്ചായത്തുകളിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമെന്ന് അവസാന റിപ്പോർട്ടുകൾ. 66 ബ്ലോക്കിൽ UDF, 52 LDF. ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമം ഇന്ന് ബംഗാരം ദ്വീപിൽ നടക്കും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യാതിഥിയാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം. 6 കോർപ്പറേഷനുകളിൽ 3 UDFും കോഴിക്കോട്ട് LDFും മുന്നേറുന്നു. തിരുവനന്തപുരത്ത് NDAയ്ക്കാണ് മുന്നേറ്റം. 36 മുനിസിപ്പാലിറ്റികളിൽ UDFും 14 LDFും ലീഡ് ചെയ്യുന്നു. 14 പഞ്ചായത്തുകളിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 188 LDFും 230 UDFും ലീഡ് ചെയ്യുന്നു. 3 പഞ്ചായത്തുകളിൽ NDAയ്ക്കാണ് മുന്നേറ്റം. ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 66 UDFും LDFും 52 മുന്നേറുന്നത്. കഴിഞ്ഞ തവണ ഏറെ ശ്രദ്ധേയമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജില്ലയായിരുന്നു തിരുവനന്തപുരം. ജനവിധിയുടെ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി ചേരുന്നു. രജു, വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്ഥിതി എന്താണ്? ആവേശകരമായ പോരാട്ടമാണ് നടക്കുന്നത്. NDAയുടെ ശക്തമായ മുന്നേറ്റമാണ് തിരുവനന്തപുരം സഭയിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം NDA 26 വാർഡുകളിലും LDF 16 വാർഡുകളിലും UDF 8 വാർഡുകളിലും വിജയിച്ചിരിക്കുകയാണ്. ഒരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. 48 വാർഡുകളിൽ NDAയും 29 വാർഡുകളിൽ LDFും 17 വാർഡുകളിൽ UDFും ലീഡ് ചെയ്യുകയാണ്. തുടക്കം മുതൽ നേടിയ ലീഡ് NDA പിന്നീട് ഉയർത്തുകയായിരുന്നു. രാജ്യത്ത് ഉൾപ്പെടെയുള്ള NDAയുടെ സ്ഥാനാർത്ഥികളെല്ലാം, പ്രമുഖരായ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചു. അതേസമയം വർക്കല, നെടുമങ്ങാട്, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുണ്ട്. വർക്കല 16, നെടുമങ്ങാട് 29, ആറ്റിങ്ങൽ 16 വാർഡ് വിജയിച്ച് LDF ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. നന്ദി രജു. കൊല്ലം കോർപ്പറേഷനിൽ UDF 18 വാർഡുകളിലും LDF 13 വാർഡുകളിലും NDA 9 വാർഡുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി 1 വാർഡിലും ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ 4 നഗരസഭകളിൽ 3 LDF മുന്നേറുന്നു. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 LDFും 2 UDFും ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 35 LDFും 23 UDFും മുന്നിലാണ്. പത്തനംതിട്ട ജില്ലയിലെ 4 നഗരസഭകളിൽ 3 UDFും 1 LDFും ലീഡ് ചെയ്യുന്നു. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 UDF ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിൽ 34 UDFും 11 LDFും മുന്നിലാണ്. ആലപ്പുഴ ജില്ലയിലെ 6 നഗരസഭകളിൽ 1 LDFും 5 UDFും മുന്നേറുന്നു. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 LDFും 3 UDFും ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ 72 ഗ്രാമപഞ്ചായത്തുകളിൽ 40 LDFും 19 UDFും മുന്നിലാണ്. കോട്ടയം ജില്ലയിലെ 6 നഗരസഭകളിൽ 4 UDF മുന്നേറുമ്പോൾ 1 LDFിനാണ്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 UDFും 2 LDFും ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിൽ 41 UDFും 23 LDFും മുന്നിലാണ്. ഇടുക്കിയിലെ 2 നഗരസഭകളിലും UDF മുന്നേറുന്നു. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 UDF ലീഡ് ചെയ്യുമ്പോൾ ജില്ലയിലെ 52 ഗ്രാമപഞ്ചായത്തുകളിൽ 35 UDFും 13 LDFും മുന്നിലാണ്. കൊച്ചി കോർപ്പറേഷനിൽ UDF മുന്നിൽ. 13 നഗരസഭകളിൽ 12 UDF മുന്നേറുന്നു. തൃപ്പൂണിത്തുറയിൽ NDA മുന്നിലാണ്. 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12 UDFും 1 LDFും ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ 82 ഗ്രാമപഞ്ചായത്തുകളിൽ 58 സീറ്റുകളിൽ UDFും 12 സീറ്റുകളിൽ LDFും മുന്നിലാണ്. തൃശൂർ കോർപ്പറേഷനിൽ 56 സീറ്റുകളിൽ UDF 33 വാർഡുകളിലും LDF 11 NDA 8 ലീഡ് ചെയ്യുന്നു. 7 നഗരസഭകളിൽ 5 LDFും 2 UDFും മുന്നേറുന്നു. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11 LDFും 5 UDFും ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളിൽ 49 LDFും 29 UDFും 1 NDAയും മുന്നിലാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ ലഭിച്ച ജില്ലയായിരുന്നു പാലക്കാട്. ഇത്തവണ ശക്തമായ മത്സരമാണ് ജില്ലയിൽ നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ചേരുന്നു. ഫൈസൽ അലിമുത്ത്,
പാലക്കാട്ടെ ഫലം എപ്രകാരമാണ്? ആർക്കാണ് അവിടെ മുൻതൂക്കം? സൂചിപ്പിച്ചതുപോലെ ഇടത് കോട്ടയാണെങ്കിലും ഇത്തവണ UDF ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. പലയിടത്തും ഗ്രാമപഞ്ചായത്തുകളിലായാലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലായാലും UDF നില മെച്ചപ്പെടുത്തിയ കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ നഗരസഭകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 നഗരസഭകളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഇതിൽ 4 നഗരസഭകളിലും UDF മുന്നേറ്റം തുടരുകയാണ്. പാലക്കാട് നഗരസഭയിൽ തുടക്കത്തിൽ UDF മുന്നേറ്റം തുടർന്നില്ലെങ്കിൽ വീണ്ടും NDA ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് UDF കാര്യമായ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. നന്ദി ഫൈസൽ. മലപ്പുറം ജില്ലയിൽ UDFന് മേൽക്കൈ. 12 നഗരസഭകളിൽ 11 UDF മുന്നേറ്റം, ഒരിടത്ത് LDFും മുന്നേറുന്നു. 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 86 സീറ്റിലും UDFും 5 LDFുമാണ് മുന്നിൽ. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF 30 വാർഡുകളിലും UDF 22 വാർഡുകളിലും NDA 13 വാർഡുകളിലും ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ നഗരസഭകളിൽ 3 LDFും 4 UDFും മുന്നേറുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 LDFും 4 UDFും ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 30 LDFും 34 UDFും മുന്നിലാണ്. വയനാട് ജില്ലയിൽ UDF മുന്നേറ്റം തുടരുന്നു. 3 നഗരസഭകളിൽ 2 UDFും 1 LDFും മുന്നേറുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 UDF വിജയം ഉറപ്പിച്ചു. ജില്ലയിലെ 23 ഗ്രാമപഞ്ചായത്തുകളിൽ 15 UDFും 5 LDFും മുന്നേറുകയാണ്. കണ്ണൂർ നഗരസഭയിൽ ലീഡ് നിലനിർത്തി UDF. 56 വാർഡുകൾ ഉള്ളതിൽ 36 UDFും LDF 15 4 NDAയും ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ നഗരസഭകളിൽ 5 LDFും 3 UDFും മുന്നേറുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 LDFും 3 UDFും ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 47 LDFും 19 UDFും മുന്നിലാണ്. സംസ്ഥാനത്തെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് നിന്നുള്ള ജനവിധിയുടെ തത്സമയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ചേരുന്നു. P. ജഗന്നിവാസൻ. കാസർഗോഡ് എങ്ങനെയാണ് ജനവിധി? മുനിസിപ്പാലിറ്റികളിൽ വ്യക്തമായ മേൽക്കൈ നേടാൻ ഏതെങ്കിലും മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നരേന്ദ്രൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ UDF ആണ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിൻബലത്തിലാണ് LDF ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തത്. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ UDF 9ഉം LDF 8ഉം സീറ്റ് ലീഡ് ചെയ്യുന്നു. NDA മുന്നണി 1 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. കാസർഗോഡ് നഗരസഭയിൽ 39 വാർഡുകളിൽ 24 സീറ്റും UDF വിജയിച്ചു. 12 സീറ്റിൽ NDAയും 2 സീറ്റിൽ LDFും 2 സീറ്റിൽ മറ്റുള്ളവരും വിജയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ 12 ഗ്രാമപഞ്ചായത്തുകൾ LDFനും UDFന് 11ഉം NDA മുന്നണിക്ക് 8ഉം മറ്റുള്ളവർക്ക് 3ഉം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ലീഡ് നില. കാഞ്ഞങ്ങാട് നഗരസഭയിൽ LDF 13, UDF 11ഉം NDA മുന്നണി 4 സീറ്റും വിജയം നേടിയിരിക്കുന്നു. നന്ദി ജഗന്നിവാസൻ. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ ഒഴികെ 1199 സ്ഥാപനങ്ങളിലേക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത്. മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി 2027 സെപ്റ്റംബർ 10 മാത്രമേ അവസാനിക്കൂ. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ 20 അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനായിരുന്നു മേൽക്കൈ. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 514 LDFും 375 UDFും 23 NDAയും നേടി. 6 കോർപ്പറേഷനുകളിൽ 5 LDFും 1 UDFും വിജയിച്ചു. 86 മുനിസിപ്പാലിറ്റികളിൽ 43 LDFും 41 UDFും നേടി. NDA 2 വിജയിച്ചു. തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 18 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ഹരിതചട്ടവും ശബ്ദ നിയന്ത്രണ പരിസ്ഥിതി നിയമങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളിൽ കർശനമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടർമാരാണ് ഇത്തവണ വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണത്തേക്കാൾ 73,866 വോട്ടുകളാണ് അധികമായി പോൾ ചെയ്തതെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 73.69% പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കാസർഗോഡ്, മംഗൽപാടി, മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും കണ്ണൂർ, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡുകളിലും കണ്ണപുരം, മലപ്പട്ടം ഗ്രാമപഞ്ചായത്തുകളിലായി 9 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.
മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ പായ്പാടം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, പിറവം പാമ്പാക്കുട പഞ്ചായത്ത് 10ാം വാർഡ് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം കൃത്യവും സമഗ്രവുമായി ജനങ്ങളിലെത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. കമ്മീഷന്റെ ട്രെൻഡ് വെബ്സൈറ്റിൽ നിന്നും ഫലം തത്സമയം അറിയാം. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫലം ജില്ലാ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ തിരിച്ച് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന വിധം സൈറ്റിൽ ലഭ്യമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം പ്രക്ഷേപണം ചെയ്യും. പതിവ് ബുള്ളറ്റിനുകൾക്ക് പുറമെ ഉച്ചയ്ക്ക് ശേഷം 2:30, 3:30, 4:30 എന്നീ സമയങ്ങളിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമം ഇന്ന് ബംഗാരം ദ്വീപിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, SP സിംഗ് ബാഗേൽ, ജോർജ് കുര്യൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ അടക്കം നിരവധി പേർ സംഗമത്തിൽ പങ്കെടുക്കും. ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന സാധ്യതകൾ തുറക്കുന്നതിനൊപ്പം ദ്വീപ് വികസനത്തിനുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് നിക്ഷേപക സംഗമം. ശബരിമലയിൽ ഈ മാസം 26-ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. ആറന്മുളയിൽ നിന്നും 23-ന് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിക്കും. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. അയ്യപ്പസ്വാമിക്ക് തങ്കയങ്കി ചാർത്തി ദീപാരാധനയ്ക്കായി ഈ മാസം 23-ന് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും. അന്നു രാത്രി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലും 24-ന് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും 25-ന് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലും 26-ന് വൈകിട്ട് സന്നിധാനത്തും എത്തും. 27-നാണ് മണ്ഡലപൂജ. അന്നേ ദിവസം രാത്രി 10-ന് നടയടച്ച ശേഷം മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് വൈകിട്ട് 5-ന് നട തുറക്കും. ചെന്നൈയിൽ നടക്കുന്ന സ്ക്വാഷ് ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ഈജിപ്തിനെ നേരിടും. മറ്റൊരു സെമിയിൽ ഹോങ്കോങ് ജപ്പാനുമായി ഏറ്റുമുട്ടും. പാർലമെന്റ് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടവർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 24 വർഷങ്ങൾക്ക് മുൻപ് 2001 ഡിസംബർ 13-നാണ് പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത്. രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ധീരതയെയും ത്യാഗത്തെയും രാജ്യം എല്ലാ കാലത്തും സ്മരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ഇടുക്കിയിലെ 2 നഗരസഭകളിൽ ഒരിടത്ത് UDF മുന്നേറുന്നു. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 6 UDF ലീഡ് ചെയ്യുന്നു. വിശദ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. രതീഷ്, പറയൂ. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ തന്നെ UDF ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആകെ 52 പഞ്ചായത്തുകളിൽ 35 പഞ്ചായത്തുകളിൽ UDF അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. 13 മാത്രമാണ് LDF അധികാരം ലഭിക്കാനുള്ള സാഹചര്യമുള്ളത്. വോട്ട് എണ്ണിത്തീർന്ന തൊടുപുഴ നഗരസഭയിലും കട്ടപ്പന നഗരസഭയിലും UDF അധികാരത്തിലെത്തി. തൊടുപുഴ നഗരസഭയിൽ ആകെ 38 വാർഡുകളിൽ 21 വാർഡ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. ഇവിടെ NDA ആണ് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ളത്. LDF 6 സീറ്റ് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ കട്ടപ്പന നഗരസഭയിലും UDF ഭരണം നിലനിർത്തി. 35 സീറ്റുള്ളതിൽ 20 സീറ്റ് UDF കരസ്ഥമാക്കി. 13 സീറ്റ് മാത്രമാണ് LDF-നുള്ളത്. 2 സീറ്റ് NDA-ക്കുണ്ട്. രതീഷ്, ഗോത്രമേഖലയിൽ നിന്നുള്ള വാർത്തകൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? നരേന്ദ്ര, ഇടമലക്കുടി ഗോത്രവർഗ പഞ്ചായത്ത് ഇടമലക്കുടി പഞ്ചായത്തിൽ LDF 9 സീറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJP ഇവിടെ 3 സീറ്റാണ് നേടിയത്. UDF-ന് 2 സീറ്റാണ്. LDF ആണ് ഇവിടെ ഭരണത്തിലെത്തുക. അതുപോലെ തന്നെ മറയൂർ ഉൾപ്പെടെയുള്ള ബൈസൺവാലി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ UDF. നന്ദി രതീഷ്, നന്ദി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം. തിരുവനന്തപുരം നഗരസഭയിൽ NDA-ക്ക് ലീഡ്. 3 കോർപ്പറേഷനുകളിലും 36 മുനിസിപ്പാലിറ്റികളിലും UDF-ന് മേൽക്കൈ. കോഴിക്കോട് നഗരസഭയിലും 14 മുനിസിപ്പാലിറ്റികളിലും LDF മുന്നിൽ. പഞ്ചായത്തുകളിൽ 230 UDF-ന് ലീഡ്. 188 സ്ഥലങ്ങളിൽ ഇടത് മുന്നേറ്റം. 3 പഞ്ചായത്തുകളിൽ ലീഡുമായി NDA. ജില്ലാ പഞ്ചായത്തുകളിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പമെന്ന് അവസാന റിപ്പോർട്ടുകൾ. 66 ബ്ലോക്കിൽ UDF, 52 LDF. ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമം ഇന്ന് ബംഗാരം ദ്വീപിൽ നടക്കും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യാതിഥിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.